നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മിക്കവാറും നാളെ തന്നെ നമുക്ക് പോകേണ്ടി വരും. സേതുട്ടാ, പോകുന്നൊക്കെ കൊള്ളാം, ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. അത് ഞാൻ നോക്കിയോളാം അമ്മേ. സേതു, അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ നീ വരണമെന്നില്ല. അതെ, ഇപ്പൊ നമുക്കും ആവശ്യം മാനസയുടെ ഉദ്ദേശം. സുനിൽ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ എവിടെ? അവൻ ജീവിച്ചിരിപ്പുണ്ടോ? അതോ ആരെങ്കിലും കൊന്നോ? പറയാൻ പറ്റത്തില്ലല്ലോ വലിച്ച. ചിലപ്പോ അജയനും ഭാര്യയും മോളും കൂടെ അവനെ കൊന്നു കാണും. എല്ലാത്തിനും ഒരു അവസാനം വേണമെങ്കിൽ നമ്മൾ ക്ഷമയോടെ തന്നെ നീങ്ങണം. ചെയ്തു വെളിച്ചം പറഞ്ഞാൽ ഞാൻ അതുപോലെ തന്നെ ചെയ്തോളാം. ആ, അത്രയും മതി. മാനസയുടെ ഉള്ളിൽ ആരും അറിയാത്ത കുറെ രഹസ്യങ്ങളുണ്ട് ഗായത്രി. അതൊക്കെ ഭാവന തന്നെ പുറത്തു കൊണ്ടുവരും. അതിനുവേണ്ടിയാ അവള് രണ്ടും കൽപ്പിച്ച് അവിടേക്ക് പോയത്. മാനസമോള് വല്ലതും കഴിച്ചു ഏട്ടത്തി? കഴിച്ചു ജയ്. ഇത് പിന്നെ ആർക്കുള്ളതാ? ഞാൻ ഫുഡ് ഉണ്ടാക്കിയപ്പോ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയതാ ജയ്. ഇനി ഭാവന മാത്രമേ കഴിക്കാനുള്ളൂ. ഞാനാ ഉണ്ടാക്കിയെന്ന് പറയണ്ട. ആരുണ്ടാക്കിയാലെന്താ, ആഹാരം കളയാൻ പറ്റില്ലല്ലോ. ഹാ, അതെങ്ങനെ ശരിയാവും? ഇപ്പൊ ഭാവനയ്ക്ക് ഞാനല്ലേ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെന്താ ഇന്ന് ഇങ്ങനെ ഒരു രീതി? ഇവിടെ അങ്ങനെ നിയമം ഒന്നുമില്ല ജാനകി. ആ, ഭാവനയുടെ കാര്യത്തിൽ അങ്ങനെ അല്ല ജയെ. ഞാൻ ഭാവനയുടെ കൂടെ വന്നത് തന്നെ ഇങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിൽ കണ്ടിട്ടാ. ദേ, ഇവൾ ഈ വീട്ടിലുള്ളപ്പം ഭാവനയ്ക്ക് വിശ്വസിച്ച് ഇവിടുന്ന് പച്ച വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല. പിന്നെയല്ലേ ഫുഡ്. ദേ, ഈ ഫുഡിൽ ഇവൾ എന്തെങ്കിലും മറിമായം കാണിച്ചിട്ടുണ്ടോന്ന് ആർക്കറിയാം? ഞാൻ എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അതെന്തുവാ? ഓ, 2 വിഭവമൊക്കെ ഉണ്ടോ? ഭാവനയ്ക്ക് എന്തെങ്കിലും പറ്റിയില്ലെങ്കിലും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള കൈക്രിയൊക്കെ ഇവക്കറിയായിരിക്കും. ജാനകി വെറുതെ അനാവശ്യം പറയരുത്. അയ്യടാ, നല്ല ബെസ്റ്റ് പാർട്ടി. അനാവശ്യം കാണിക്കാം പറയുന്നതാ കുഴപ്പമല്ലേ? ജാനകി, നീ ഇവിടെ വെറുതെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി ഈ വീടിന്റെ സമാധാനം കളയരുത്. ഞാനല്ല ഈ വീടിന്റെ സമാധാനം കളയുന്നത്. നിന്റെ ഈ നാത്തൂനും ഇവളുടെ കെട്ടിയോനുമാ. അത് മറക്കണ്ട. ആ, എന്തായാലും ചിലതൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. മിക്കവാറും ആരും പ്രതീക്ഷിക്കാത്ത ചില ട്വിസ്റ്റുകളൊക്കെ സംഭവിക്കാം. കരുതിയിരുന്നോ നീയോ അജയനും? നീ എന്താ ഞങ്ങളെ പേടിപ്പിക്കുകയാണോ? പേടിപ്പിക്കുകയാണോ ഇല്ലയോന്നൊക്കെ വഴിയേ അറിഞ്ഞോളൂ. പിന്നെ ഭാവനയ്ക്ക് സൂര്യക്കുള്ള ഫുഡേ ഞാൻ റെഡിയാക്കാൻ വരാത്തത് വേറൊന്നും കൊണ്ടല്ല. അവരത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോയിരിക്കുക. മടങ്ങി വരുമ്പോ ഞാൻ തന്നെ റെഡിയാക്കി കൊടുത്തോളാം. സോറി ജയ്, ഞാൻ നിന്നെയല്ല ഉദ്ദേശിച്ചത്, ഇവളെയാ. നീ എന്തായാലും സ്വന്തം പേരക്കുട്ടിയോട് ഒരു കടുങ്കൈ ചെയ്യില്ല. പക്ഷേ ഇവളെ വിശ്വസിക്കണ്ട, ദുഷ്ട ജന്മവാ. അതെ, ജയയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലുണ്ടല്ലോ, ഭാവനോട് ചെയ്തതിനെ അജയനെയും ദേ ഇവളെ ഉണ്ടല്ലോ ഈ വീടിന്റെ 7 അയലത്ത് പോലും അടുപ്പിക്കില്ലായിരുന്നു.
ഇവർ ഈ വീട്ടിലുള്ളതുകൊണ്ട് ഭാവനയ്ക്ക് ഏത് നിമിഷവും ചതി പറ്റാമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാ ഞാൻ ഭാവനയ്ക്കൊപ്പം വന്നത്. നോക്കട്ടെ ഭാവനെ സംരക്ഷിക്കാൻ എനിക്ക് പറ്റുമോന്ന്. അതെ, കഴുകുമ്പോ ഇതും കൂടെ ഒന്ന് കഴുകി വെച്ചേക്കണേ. പറയാൻ മറന്നു, ഇച്ചിരൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചിരുന്നെങ്കിൽ കറി സൂപ്പർ ആയനെ. അയ്യോ, ജാനകി ഈ വീട്ടിലുള്ളിടത്തോളം കാലം എനിക്ക് കഷ്ടകാലം തന്നെ. ഇനി എന്താ ഒരു വഴി? സത്യം പറയാലോ ഭാവന, തന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ച ഒരാളോട് ഞാൻ ആദ്യമായിട്ട് ഇത്ര ക്ഷമയോടെ സംസാരിക്കുന്നത്. എനിക്കറിയാം സൂര്യ, സൂര്യ ഒരു വാക്ക് പറഞ്ഞാൽ തെറ്റിക്കില്ലെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ സൂര്യ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടത്. അയാളെ കണ്ടാൽ തന്നെ അറിയാം ഒരു ഫ്രോഡാണെന്ന്. അല്ലെങ്കിൽ തന്നെ എത്രയൊക്കെ ന്യായം പറഞ്ഞാലും സ്വന്തം കാര്യം നേടാൻ വേണ്ടി മറ്റൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നത് അതാണോ മിടുക്ക്? ഇയാൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇയാളെക്കാളും വലിയ ഫ്രോഡായിരിക്കുമല്ലോ ഇയാളുടെ മകൻ. അവൻ എത്ര ഫ്രോഡായാലും ആ അച്ഛനമ്മമാർക്ക് അവൻ നല്ലവനായിരിക്കും. അതുകൊണ്ടാണല്ലോ മകനെ കിട്ടിയേ പറ്റൂന്നും പറഞ്ഞ് അവര് വാശി പിടിക്കുന്നത്. എന്റെ ബലമായ സംശയം സുനിലിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന. അല്ലാതെ ഇത്രയും നാളൊക്കെ ഒരാൾ മാറി നിൽക്കുമോ? മാനസയിൽ നിന്ന് വ്യക്തമായൊരു ഉത്തരം കിട്ടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഭാവന. അല്ലെങ്കിൽ പിന്നെ സുനിൽ ശർമ്മ പ്രതീക്ഷിക്കാതെ കയറി വരണം. എന്നാ പിന്നെ പ്രശ്നം തീർന്നു. അവരെന്തായാലും സുനിലിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നത് വരെ മാനസയെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും സൂര്യ. പോരാത്തതിന് മാനസ ഇപ്പൊ ഗർഭിണിയാണെന്നും കൂടി അവരറിഞ്ഞു. അതിനെന്താ, അവർക്കൊരിക്കലും യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ലല്ലോ ഭാവന. അവിടെയാണ് സൂര്യ പ്രശ്നം. മാനസയെ അവർ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി വല്യമ്മ ഒരു അബദ്ധം വിളിച്ചു പറഞ്ഞിരുന്നു. എന്തബദ്ധം? മാനസയുടെ വയറ്റിലെ കുഞ്ഞിന്റെ അച്ഛൻ ചിലപ്പോ നിങ്ങളുടെ മകനാണെങ്കിലോ എന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ അത് ചിലപ്പോൾ പ്രശ്നമാവും. അവരിനി ആ റൂട്ട് വെച്ചായിരിക്കും ചിന്തിക്കുന്നത്. എന്തായാലും നാളെ നമ്മൾ അവരെ കാണുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. തന്റെ വല്യച്ഛനിനി ദേഷ്യം വന്ന വലിയ പ്രശ്നമാവും. ഏയ് ഇല്ല, എന്തായാലും സൂര്യയുടെയും സേതുവേട്ടന്റെയും ദേഷ്യമൊന്നും വല്യച്ഛനുണ്ടാവില്ല. ആ, മാനസയോട് താൻ പിന്നെ സംസാരിച്ചോ? ഇല്ല, അതിന്റെ ആവശ്യമില്ല. നാളത്തെ ചർച്ചയ്ക്ക് ശേഷം എന്താ വേണ്ടെന്ന് വെച്ചാൽ തീരുമാനിക്കാം. തീരുമാനിക്കാനൊന്നുമില്ല ഭാവന. അവർക്ക് അവരുടെ മകനെ തിരിച്ചു കിട്ടാതെ ഈ പ്രശ്നം തീരില്ല. അപ്പൊ പിന്നെ അവര് മാനസയുടെ പിന്നിൽ നിന്ന് മാറാനും പോകുന്നില്ല.